ഇനിയുള്ള ഏറ്റവും വലിയ ലീഡിലേക്ക് പോവുകയാണ് ഹരിയാനയിൽ BJP 51 സീറ്റുകളിൽ ലീഡ്. ഗുരുഗ്രാമിൽ എല്ലാ സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കോൺഗ്രസ് 33 സീറ്റുകളിൽ മാത്രമായിട്ട് ഹരിയാനയിൽ ചുരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം മെച്ചമാണ് എന്ന് പറയാം. എങ്കിൽ പോലും BJPയുടെ ഈ വലിയ മുന്നേറ്റത്തിൽ കോൺഗ്രസിന്റെ ഈ ചെറിയ മുന്നേറ്റം ഒന്നുമല്ല. 4 സീറ്റുകളിൽ ഇപ്പോഴും സ്വതന്ത്രം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ INLD പ്ലസ് BSP എന്നുള്ളതാണ് കണക്ക്. JJPയും ആം ആദ്മി പാർട്ടിയും ഒരിടത്തും ഒരു ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ള പ്രത്യേകതയും ഹരിയാനയിലുണ്ട്. അത് പ്രതീക്ഷാകാര്യവും ആണ്. പക്ഷേ BJPയുടെ ഈ മുന്നേറ്റം എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും മറികടക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള പ്രചാരണങ്ങൾക്ക് പോലും അവിടെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഹരിയാനയിൽ BJPയുടെ മുന്നേറ്റം. 51 സീറ്റുകളിലേക്ക് ലീഡ് വരികയാണ്. ഇനി ഏതാനും റൗണ്ടുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്കിലും പലയിടങ്ങളിലും ചെറിയ ലീഡ് നിലയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് കണക്കുകൾ നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ ബൂത്തിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അതാണ് ഈ ലീഡ് നില അപ്പോൾ മാറി മറിയുന്നതിനുള്ള കാരണം. 51, 33, 4, 2 ഇതാണ് ഹരിയാനയിലെ കണക്ക്. ജമ്മു കാശ്മീരിൽ മാറ്റമില്ല. ലീഡ് നില കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നുണ്ട് കോൺഗ്രസിനും NCക്കും. 49 എന്നുള്ള ലീഡാണ്. നാഷണൽ കോൺഫറൻസ് ആണ് കൂടുതൽ സീറ്റുകളിൽ മുന്നിൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ വരികയാണ്. കോൺഗ്രസും BJPയും ഉണ്ട്. BJP ആയിരിക്കും രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷേ കോൺഗ്രസും NCയും തമ്മിലുള്ള അലയൻസ് അത് 49 സീറ്റുകളിലേക്ക് വരുന്നു. 27 സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BJPക്ക് 10 സീറ്റുകളിലാണ് മറ്റുള്ളവർ. അത് കശ്മീർ മേഖലയിലാണ്. അവിടെ സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നുണ്ട് 10 സീറ്റുകളിൽ. PDP 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കശ്മീരിലെ വിവരം. പക്ഷേ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ഹരിയാനയാണ്. കാരണം തുടക്ക സമയത്ത് കോൺഗ്രസിന് വലിയ ലീഡ് ഹരിയാനയിൽ കിട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPയുടെ ഭാഗത്തേക്ക് ഹരിയാന മാറുന്ന കാഴ്ചയാണ്. അത് BJPയുടെ OBC തന്ത്രങ്ങൾ, OBC വോട്ട് ബാങ്കുകൾ ഷിഫ്റ്റ് ചെയ്യിക്കുവാനുള്ള ആ തന്ത്രം വിജയിച്ചു. ജാട്ട് വോട്ടുകൾ അതിലും വലിയ വിള്ളൽ വന്നിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. കാരണം നേരത്തെ അഭിലാഷ് മാജിക് വാളിൽ പറഞ്ഞപ്പോൾ ആ ചിത്രം വ്യക്തമായിരുന്നു. ജാട്ട് മേഖലയിലും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കൂട്ടുന്നതിന് BJPക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ വലിയ വ്യത്യാസമായിരുന്നു. 40 സീറ്റുകളിലേക്ക് താണതാണ് BJP. അവിടെയാണ് ഇപ്പോൾ 11 സീറ്റുകൾ കൂടുതലായിട്ട് BJPയുടെ പക്ഷത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ സാമുദായിക സമവാക്യങ്ങളെയും അനുകൂലമാക്കുന്നതിന് കഴിഞ്ഞിരിക്കുന്നു BJPക്ക്. അതോടൊപ്പം തന്നെ കർഷക പ്രക്ഷോഭങ്ങളെ മറികടക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഗുസ്തി താരങ്ങളുടെ എതിർപ്പ് അത് മറികടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. യുവാക്കൾ ഒരു വലിയ രീതിയിൽ ഹരിയാന സർക്കാരിനെതിരെയായിരുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം കൂടിയായിരുന്നു. പക്ഷേ അതും മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിയുകയാണ് ഹരിയാനയിൽ BJPക്ക്. ഹരിയാന കൈവിട്ടിരുന്നുവെങ്കിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPക്ക് രണ്ടാമത്തെ വലിയ അടിയായി അത് കണക്കാക്കാമായിരുന്നു. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഇനി വലിയ മാറ്റത്തിനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ്. കാരണം ഈ ലീഡ് നിലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. ഇപ്പോഴും കൃത്യമായിട്ടും 46-ന് മുകളിൽ മാജിക് സംഖ്യയ്ക്ക് മുകളിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് BJPക്ക് കഴിയുന്നുണ്ട്. മറ്റു പാർട്ടികളുടെ ആവശ്യം പോലും, വിലപേശൽ തന്ത്രങ്ങൾക്ക് പോലും വശംവദരാകേണ്ട ആവശ്യം ഇപ്പോൾ BJPക്ക് വരുന്നില്ല. 50 സീറ്റുകളിൽ ലീഡ്. അത് ഹരിയാനയുടെ എല്ലാ മേഖലയിലും BJPയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അതിർത്തി പ്രദേശങ്ങളിൽ, ഡൽഹിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും BJPക്ക് ലീഡ് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിയാന കഴിഞ്ഞാൽ ഞങ്ങൾ ഡൽഹി പിടിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം അതുപോലും ഇപ്പോൾ തീർച്ചയായും മഞ്ജുഷ, ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് ഒരു തിരിച്ചുവരവിന് അവസരമൊരുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ ശ്രമമെങ്കിൽ അതിന് തടയിടുന്നു. മോദി പ്രഭാവം ഞങ്ങൾക്ക് ആവശ്യമില്ല. മോദിയെ കൂടുതലായി